ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് കോറിലേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. സോ ബേസിക്കലി നമുക്ക് അറിയാം, കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കാര്യങ്ങളെ തമ്മിൽ കോറിലേറ്റ് ചെയ്ത് പറയാറുണ്ട്, അല്ലെങ്കിൽ ഒരെണ്ണം മറ്റേതുമായിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, സോ അതിനൊരു ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ AC ലൈക്ക് നമ്മൾ ഉപയോഗിക്കുന്ന എയർ കണ്ടീഷൻ, അതിൻ്റെ സെയിൽസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്ലൈമറ്റിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമുക്കറിയാം, സമ്മർ ടൈമിൽ നോർമലി ടെമ്പറേച്ചർ ഹയർ ആയിരിക്കും. സോ ആ സമയത്ത് AC-യുടെ നമ്പർ ഓഫ് പർച്ചേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അതൊരു ഗ്രാഫായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സമ്മർ ടൈമിലായിരിക്കും കൂടുതലായിട്ടും AC-യുടെ എയർ കണ്ടീഷൻ യൂണിറ്റ്സിൻ്റെ സെല്ലിംഗ് നടക്കുന്നത്. സോ ലൈക്ക് ടെമ്പറേച്ചറും ഈ പറയുന്ന AC-യുടെ നമ്പർ ഓഫ് AC എയർ കണ്ടീഷൻ സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തമ്മിൽ പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇതിനെ ഒരിക്കലും നമ്മൾ കോസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. സോ കോറിലേഷൻ എന്ന് പറയുന്നതും കോസേഷൻ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് ക്ലിയറായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കോറിലേഷനും കോസേഷനും രണ്ടും രണ്ടാണ്. ഓക്കെ, അത് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നതെന്നുള്ളത് നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്നതാണ്. ബട്ട് നമുക്ക് ഇതിന് എങ്ങനെയാണ്, എന്ത് മെട്രിക്കാണ് നമുക്ക് അതിലുള്ളതെന്ന് നോക്കാം. സോ ബേസിക്കലി നമുക്ക് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട്, അതായത് നമ്മളിപ്പം നമ്പർ ഓഫ് നമ്മൾ എത്ര മണിക്കൂർ പഠിക്കുന്നു, ദെൻ നമുക്ക് എക്സാമിന് കിട്ടുന്ന മാർക്ക്. സോ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ, കുറേ ആളുകളുടെ സ്റ്റഡി അവേഴ്സ്, കുറേ സ്റ്റുഡൻസിൻ്റെ അവരെത്ര സമയം സ്റ്റഡിക്കായിട്ട് വിനിയോഗിക്കുന്നു ഇൻ എ സെമസ്റ്റർ, ദെൻ അവരുടെ സെമസ്റ്റർ മാർക്ക്. സോ ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ വാല്യൂസ്, ഇപ്പം സ്റ്റുഡൻറ്റ് 1ൻ്റെ സ്റ്റഡി അവർ നമ്മളിവിടെ നോട്ട് ചെയ്യും, അതുപോലെ തന്നെ എത്ര മാർക്ക് കിട്ടിയെന്ന് നോട്ട് ചെയ്യും. സ്റ്റുഡൻറ്റ് 2ൻ്റെ എഴുതും, സ്റ്റുഡൻറ്റ് 2ൻ്റെ മാർക്ക് നോട്ട് ചെയ്യും. സോ മോറോലെസ് ഇത് നോക്കുമ്പോൾ നമുക്കറിയാം, മൊത്തത്തിൽ ഒരു ട്രെൻഡ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് കൂടുതൽ സമയം ടൈമിങ് ലൈക്ക് സ്റ്റഡിക്കായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ കൂടുതലായിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചിട്ട് എല്ലാം വളരെയധികം സമയം സ്പെൻഡ് ചെയ്തു എന്ന റീസൺ കൊണ്ട് മാത്രം മാർക്ക് സ്കോർ ചെയ്യാത്ത കേസുകളും ഉണ്ടാവും. ബട്ട് നമ്മളിതിനെ ഒരു ഗ്രാഫ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയുന്ന ഒരു ഗ്രാഫാണ്. അതായത് ഈ രണ്ട് വേരിയബിൾസാണ് നമുക്കുള്ളത്. അതായത് സ്റ്റഡി അവേഴ്സ് ഒരു ആക്സിസിൽ, ദെൻ അതർ ആക്സിസിൽ മാർക്ക് ഒബ്റ്റെയിൻഡ്. ഓക്കെ, സോ ഇത് നമ്മൾ ഓരോ സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫർമേഷൻ, അതായത് സ്റ്റുഡൻറ്റ് 1ൻ്റെ എത്ര അവർ സ്റ്റഡി ചെയ്തു, എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നമ്മൾ ഇതൊരു X ആൻഡ് Y കോർഡിനേറ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. സോ ഇതാണ് ആ സ്റ്റുഡൻറ്റ് എത്ര അവർ സ്പെൻഡ് ചെയ്തു എന്നുള്ളത്, ഇതാണ് അവർക്ക് കിട്ടിയ മാർക്ക്. സോ ഇങ്ങനെ എല്ലാ സ്റ്റുഡൻസിനെയും നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഓരോ പോയിൻറ്റ്സ് ആയിട്ട് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, സോ ഇവിടെ ഒരു സ്റ്റുഡൻറ്റ് വളരെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു, ബട്ട് സ്റ്റിൽ നല്ല മാർക്ക് സ്കോർ ചെയ്തു. സോ ഹി ഓർ ഷീ മേ ഹാവ് ലൈക്ക് സം പ്രയർ നോളജ്, ചിലപ്പം മുന്നേ ചിലപ്പോൾ അതിന് ആ ടോപ്പിക്ക് അറിയാമായിരിക്കാം, അല്ലെങ്കിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കാം. സോ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് അത് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടാകും. സോ ഇങ്ങനെയുള്ള പോയിൻറ്റ്സും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസും ഉണ്ടാവാം. ഇപ്പം വേറൊരാൾ ചിലപ്പം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും, ബട്ട് സ്റ്റിൽ എക്സാമിൽ മാർക്ക് കുറവായിരിക്കും. കാരണം ആ ദിവസം അയാൾക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട് ചിലപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടാവാം. ഓക്കെ, സോ ബട്ട് നമ്മൾ ഈ ഡേറ്റയെ മൊത്തത്തിൽ നോക്കുമ്പോൾ, ഈ ഒരു സ്കാറ്റർ പ്ലോട്ടിനെ ആ ഒരു പോയിൻറ്റ്സിനെ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്കൊരു അപ്വേർഡ് ട്രെൻഡ് കാണാൻ സാധിക്കും. അതായത് കൂടുതൽ അവേഴ്സ് സ്റ്റഡി ചെയ്യുന്നതനുസരിച്ച് മാർക്ക് കൂടുന്നതായിട്ട് നമുക്ക് ഈ ഒരു ഡേറ്റയിൽ കാണാൻ സാധിക്കും. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും, ഈ രണ്ട് വേരിയബിൾസും കോറിലേറ്റഡ് ആണെന്ന് മാത്രമല്ല പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണ് എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കും. ഓക്കെ, സോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് കോറിലേഷൻ ഓർ നെഗറ്റീവ് കോറിലേഷൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ നമുക്ക് ഇതിനെ നമുക്കിപ്പം ഗ്രാഫിക്കലായിട്ട് നമ്മളൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷനാണ് ഈ പോസിറ്റീവ് കോറിലേഷന് കണ്ടത്. സപ്പോസ് രണ്ട് വേരിയബിൾസ് തമ്മിൽ നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ
ഒരെണ്ണം കൂടുന്നതനുസരിച്ച് നമുക്കിങ്ങനെ ഒരു ഡൗൺവേർഡ് ട്രെൻഡായിരിക്കും കാണുന്നത്. ഓക്കെ, സോ ഇത് നെഗറ്റീവ് കോറിലേഷൻ്റെ എക്സാമ്പിളാണ്. ആദ്യം കാണിച്ചത് പോസിറ്റീവ് കോറിലേഷൻ്റെ എക്സാമ്പിളാണ്. ഇനി രണ്ട് വേരിയബിൾസ് തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത രണ്ട് വേരിയബിൾസ് ആണെങ്കിലോ, അതായത് ഒരു കോറിലേഷനും ഇല്ലാത്ത രണ്ട് വേരിയബിൾസ് ആണെങ്കിൽ അതിൻ്റെ ഒരു പ്ലോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു അപ്വേർഡ് ട്രെൻഡോ അല്ലെങ്കിൽ ഒരു ഡൗൺവേർഡ് ട്രെൻഡോ ഒന്നും നമുക്ക് കാണില്ല. നമുക്ക് എല്ലാം ഇങ്ങനെ ഒരു സർക്കുലർ അല്ലെങ്കിൽ ഒരു ഫുള്ളി സ്പ്രെഡ് ഔട്ടായി കിടക്കുന്ന ഒരു ഡേറ്റ പോലെ നമുക്കിത് കാണുള്ളൂ. സോ ഇവിടെ നമുക്ക് നോ കോറിലേഷൻ എന്ന് പറയേണ്ടി വരും. ഓക്കെ, സോ നമുക്ക് പരിചിതമായിട്ടുള്ള രണ്ടും നമ്പേഴ്സ് വരുന്ന പല പെയർ വൈസ് വാല്യൂസ് നമുക്ക് എടുത്തു കഴിഞ്ഞിട്ട് പല വേരിയബിൾസ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു എക്സസൈസ് ചെയ്ത് നോക്കാവുന്നതാണ്. അത് തമ്മിൽ പോസിറ്റീവ്ലി കോറിലേഷൻ ഉണ്ടോ, നെഗറ്റീവ് കോറിലേഷൻ ഉണ്ടോ, അതോ നോ കോറിലേഷൻ ആണോ എന്നുള്ളത്. അതൊരു നല്ലൊരു ഫൺ എക്സസൈസ് ആയിരിക്കും. പക്ഷേ ഇവിടെയെല്ലാം നമ്മൾ നമ്മുടെ വിഷ്വലി അതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് നമ്മളൊരു ജഡ്ജ്മെൻറ്റിൽ എത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനെ ഒരു ക്വാണ്ടിറ്റേറ്റീവായിട്ടൊരു നമ്പർ വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കതിനായിട്ട് രണ്ട് മെട്രിക്കുകളുണ്ട്. ഒന്ന് പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻറ്റും ആൻഡ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റും. ഓക്കെ, ബട്ട് അതിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ്. സോ പിയേഴ്സൺ കോറിലേഷൻ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അത് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക. സോ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് ഓരോ എക്സ് ഐ വാല്യൂസിനെയും അതിൻ്റെ മീൻ വാല്യൂന്ന് കുറച്ചിട്ട് വൈ ഐ വാല്യൂസിനെയും അതിൻ്റെ മീൻ വാല്യൂന്ന് കുറയ്ക്കുന്നു. അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എടുത്തിട്ട് അതിൻ്റെ സം ചെയ്യുന്നു. അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. അതുപോലെ ഡിനോമിനേറ്ററിലും ഇതുപോലെ തന്നെ ഒരു സിമിലർ ഓപ്പറേഷൻ, ബട്ട് അവിടെ ഒരു സ്ക്വയറിങ് കൂടെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് സമ്മേഷൻ ചെയ്യുന്നു, ദെൻ സ്ക്വയർ റൂട്ട് എടുക്കുന്നു. സോ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ആക്ച്വലി നമുക്ക് ഈ ഒരു എന്താണ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് വാല്യൂ നമ്മൾ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫൈൻ, അതൊക്കെ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ അല്ലെങ്കിൽ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആർ എന്ന് പറയുന്ന സിമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ എപ്പോഴും ഇറ്റ് വിൽ ബി ലൈക്ക് -1നും +1നും ഇടയിലായിരിക്കും. അതായത് രണ്ട് വേരിയബിൾസ് ഹൈലി പോസിറ്റീവ് കോറിലേറ്റഡ് ആണെങ്കിൽ +1നോട് അടുത്തോട്ട് വരും. അതുപോലെ ഈ രണ്ട് വേരിയബിൾസും ഹൈലി നെഗറ്റീവ് കോറിലേറ്റഡ് ആണെങ്കിൽ -1നോട് അടുത്ത് വരും. ദെൻ ഇത് രണ്ടും നോ കോറിലേഷൻ ആണെന്നുണ്ടെങ്കിൽ 0യ്ക്ക് അടുത്തുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ രണ്ട് കോളം, ആ രണ്ട് കോളവും എക്സാക്ട്ലി സെയിം കോളമാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയാണുള്ള കേസിലാണ് നമുക്ക് എന്താണ് എക്സാക്ട്ലി +1 എന്നുള്ള രീതിയിൽ കിട്ടുന്നത്. ബേസിക്കലി രണ്ട് കോളം സെയിം ആണ്, അതിൽ വരുന്ന വാല്യൂസ് എല്ലാം സെയിം ആണ്. ഇവിടെ വരുന്ന വാല്യൂ തന്നെയാണ് ഇവിടെയും വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ റോയിലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് +1 കിട്ടും. അതുപോലെ ഇവിടെ വരുന്ന വാല്യൂവിൻ്റെ നെഗറ്റീവാണ് ഇവിടെ വരുന്നത്. എല്ലാ റോയിലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് -1 കിട്ടും. അത് രണ്ടും എന്താണ് എഡ്ജ് കേസസ് ആണ്. പക്ഷേ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് കിട്ടുന്നത് ഈ ഒരു നമ്പർ ലൈൻ, നമ്മളൊരു നമ്പർ ലൈൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇത് സെൻറ്റർ പോയിൻറ്റ് 0, ഇത് -1, ഇത് +1 ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് വേരിയബിൾസ് തമ്മിൽ നോക്കുമ്പോൾ നമ്മളതിനെ എന്താണ് ഇതിൽ ഈ ഒരു +1 തൊട്ട് -1 വരെയുള്ള റീജിയനിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ആ ഒരു കോറിലേഷൻ കോഎഫിഷ്യൻ്റ് വാല്യൂ കിട്ടാം, ഡിപ്പെൻഡിങ് അപ്പോൺ പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ ഓർ നോ കോറിലേഷൻ. ഓക്കെ, സോ ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ പല റീജിയൻസ് ആയിട്ട് തിരിക്കാം. ഒന്ന്, ഇവിടെ ഞാനൊരു -0.5 എടുക്കുന്നു, ഇവിടെ +0.5 എടുക്കുന്നു. ഓക്കെ, സോ ഇവിടെ നമ്മളിതിനെ പല റീജിയൻസ് ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഒരു 0.5 +0.5 ആൻഡ് എബോവ്. ഓക്കെ, ഈ ഒരു റീജിയനെ നമുക്ക് പറയാൻ സാധിക്കുക ഹൈ പോസിറ്റീവ് കോറിലേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. നേരെ മറിച്ച് 0യ്ക്കും +0.5നും ഇടയിലുള്ള ഒരു റീജിയൻ, ഇതിനെ നമുക്ക് വീക്ക് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാൻ പറ്റും. സോ ഇത് വീക്ക് പോസിറ്റീവ് കോറിലേഷൻ, അതായത് അത് തമ്മിൽ കോറിലേഷൻ ഉണ്ട്, ബട്ട് അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു കോറിലേഷൻ അല്ല. ബട്ട് ഇവിടെ ലൈക്ക് 0.9, 0.8 അങ്ങനെയുള്ള വാല്യൂസ് എല്ലാം വരുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഇറ്റ്സ് എ സ്ട്രോങ് പോസിറ്റീവ് കോറിലേഷൻ, വിച്ച് മീൻസ് അത് ആ രണ്ട് വേരിയബിൾസ് തമ്മിൽ
പോസിറ്റീവായിട്ടുള്ള കോറിലേഷൻ ഉണ്ടെന്ന് മാത്രമല്ല അത് അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കോറിലേഷനാണ്. അതുപോലെ നെഗറ്റീവ് സൈഡിൽ നമുക്ക് പറയാൻ സാധിക്കും ലൈക്ക് ദിസ് ഈസ് വീക്ക് നെഗറ്റീവ് കോറിലേഷൻ, weak negative correlation സോ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് സ്ട്രോങ് നെഗറ്റീവ് കോറിലേഷൻ. സോ ഇനി നമുക്ക് ഈ ഒരു സെൻറ്റർ റീജിയൻ, അതായത് അറൗണ്ട് 0.001 അല്ലെങ്കിൽ 0.03, 0.05 അല്ലെങ്കിൽ -0.05, ഈ ഒരു സീറോയ്ക്ക് എൻഡഡ് അറൗണ്ട് ആയിട്ടുള്ള റീജിയൻ എന്ന് പറഞ്ഞാൽ വളരെ വീക്കായിട്ടുള്ള കോറിലേഷൻ വരുന്ന റീജിയനാണ്. എക്സാക്റ്റ് 0 അല്ലെങ്കിൽ പോലും ഈ ഒരു ലൈക്ക് ഒരു സെൻറ്റർ പോയിൻ്റ് ഇവിടെ അടുത്ത് വരുന്ന ഈ ഒരു റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു -0.25 -0.25 ഇടയിലുള്ള ആ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി വീക്ക് കോറിലേഷൻ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നോ കോറിലേഷൻ എന്നുള്ള രീതിയിൽ, അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമുക്ക് ഓൾമോസ്റ്റ് വളരെ വീക്കായിട്ടുള്ള കോറിലേഷനേ ഉള്ളൂ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നോ കോറിലേഷൻ അറ്റ് ഓൾ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ 2 വേരിയബിൾസിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവായിട്ട് പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നൊരു മെട്രിക് കിട്ടും. ആ മെട്രിക് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമുക്കതിനെ ഒരു നമ്പർ വെച്ച് തന്നെ പറയാൻ പറ്റും. സിമ്പിളി ഒരു വിഷ്വലി കണ്ടിട്ട് മാത്രം പറയുന്നതല്ല, ഒരു കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെട്രിക് വെച്ച് തന്നെ നമുക്കതിനെ ആ ഒരു കോറിലേഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് പറയാൻ സാധിക്കും. സോ ഇനി നമുക്ക് കോറിലേഷനും കോസേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. സോ നമ്മൾ റാൻഡമായിട്ട് ഇതുപോലെ എന്ത് 2 വേരിയബിൾസ് എടുത്ത് നോക്കിയാലും അത് തമ്മിൽ ചിലപ്പം കോറിലേഷൻ ഉണ്ടാവാതിരിക്കാം. സോ കോറിലേഷൻ എന്ന് സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എ പോസിറ്റീവ് കോറിലേഷൻ ആസ് വെൽ ആസ് എ നെഗറ്റീവ് കോറിലേഷൻ. രണ്ടുമല്ലാത്ത ഈ സെൻറ്റർ റീജിയനാണ് നമ്മൾ കോറിലേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ കോറിലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കത് വൺ ഈസ് കോസിങ് അതർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. സോ അവിടെയാണ് കോറിലേഷൻ ആൻഡ് കോസേഷൻ എന്തുകൊണ്ടാണ് ഡിഫറൻ്റ് ആവുന്നത് എന്നുള്ളത് വരുന്നത്. ഓക്കെ, സോ അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, സോ നമ്മൾ നമ്പർ ഓഫ് ഐസ്ക്രീം സെയിൽസ് number of ice cream sales, number of drowning accidents. ഓക്കെ, സോ ഈ 2 കാര്യങ്ങൾ നമ്മൾ ഒരു കണക്കെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ എല്ലാ സ്ഥലത്തും, അതായത് ഐസ്ക്രീമിൻ്റെ സെയിൽസ് ഓൺ എ ഗിവൺ ലൈക്ക് സിനാരിയോ അല്ലെങ്കിൽ ഒരു പീരീഡിൽ നമ്മൾ ഓരോ മന്തിലുമുള്ള ഐസ്ക്രീമിൻ്റെ സെയിൽസും അതാത് മന്തിലുള്ള ഡ്രൗണിങ് ആക്സിഡൻറ്റ്, അതായത് വെള്ളത്തിൽ വീണിട്ടുള്ള അല്ലെങ്കിൽ ലൈക്ക് ഒഴുക്കിൽപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമുള്ള ആക്സിഡൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ഒരു എണ്ണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ 2 കാര്യങ്ങളും ആക്ച്വലി പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണെന്ന് കാണാൻ പറ്റും. അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നമ്മൾ ആ ഇക്വേഷൻ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്കൊരു പോസിറ്റീവ് കോറിലേഷൻ കിട്ടും. അത് ഡെഫിനറ്റ്ലി വിൽ ബി ലൈക്ക് ഹയർ ദാൻ 0.5. ഓക്കെ, സോ 1 അടുത്ത് കിട്ടണമെന്നില്ല, ബട്ട് 0.5, 0.6, 0.7 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടും. ബട്ട് നമുക്കിവിടെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഐസ്ക്രീം സെയിൽസ് കൊണ്ടാണ് ഡ്രൗണിങ് ആക്സിഡൻറ്റ്സ് കൂടുന്നത് എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ ആക്ച്വലി പ്ലേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി വെതർ എന്ന് പറയുന്ന കാര്യമാണ്. ഓക്കെ, അതായത് എത്രത്തോളം നമ്മുടെ ഹോട്ട് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു ക്ലൈമറ്റ് ആയിരിക്കും, ഹോട്ട് ക്ലൈമറ്റ് ആയിരിക്കും. സോ ഹോട്ട് ക്ലൈമറ്റിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ കൂടുതലായിട്ട് ഐസ്ക്രീം വാങ്ങി കഴിക്കാനുള്ള ഒരു സാധ്യത കൂടും. സോ ഈ ഒരു ഐസ്ക്രീം സെയിൽസ് ഇൻക്രീസ് ആവും. സോ വെതറും ഐസ്ക്രീമും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ വൺ ഈസ് കോസിങ് ദ അതർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം അത് തമ്മിലുള്ളൊരു കോസൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ വെതറും ഡ്രൗണിങ് ആക്സിഡൻറ്റ്, അതായത് കൂടുതൽ ഹോട്ടായിട്ടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ആളുകൾ കൂടുതലായിട്ട് പോൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും പുഴയിൽ നീന്താൻ ഇറങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. സോ ഇത് തമ്മിലും നമുക്ക് പറയാൻ സാധിക്കും ഒരു കോസൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ബട്ട് ഈ
ഈ തേർഡ് വേരിയബിളാണ് ഇതിന് രണ്ടിനെയും ആക്ച്വലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ബട്ട് ഈ ഒരു ഐസ്ക്രീം സെയിൽസും നമ്പർ ഓഫ് ഐസ്ക്രീം സെയിൽസും ഡ്രൗണിങ് ആക്സിഡൻസും തമ്മിൽ ഒരു കോസൽ റിലേഷൻഷിപ്പ് ഇല്ല, ബട്ട് സ്റ്റിൽ ദേ ആർ കോറിലേറ്റഡ്. ഓക്കെ, സോ വൺ ഈസ് കോസിങ് അതർ എന്നുള്ള ജഡ്ജ്മെൻറ്റിൽ നമ്മൾ ഒരിക്കലും എത്താൻ ലൈക്ക് കോറിലേഷൻ മെട്രിക് വെച്ചിട്ട് മാത്രം നമുക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. അത് കോറിലേറ്റഡ് ആണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. സോ മേ ബി എ തേർഡ് വേരിയബിൾ അവിടെ ഇൻവോൾവ് ആയിട്ടുണ്ടാവാം, ഓർ സിംപ്ലി ഔട്ട് ഓഫ് റാൻഡം ചാൻസ് രണ്ടിൻ്റെയും വാല്യൂസ് വന്നതുകൊണ്ട് മാത്രം, ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ വന്നതുകൊണ്ട് മാത്രം നമുക്കൊരു കോറിലേഷൻ വാല്യൂ കിട്ടുന്നതും ആവാം. ഓക്കെ, സോ ഈ കോറിലേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡേറ്റാ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസിൻ്റെ ഒരു വളരെ കീ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. കാരണം മോസ്റ്റ് ഓഫ് ദ അൽഗോരിതംസും ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ കോറിലേഷൻ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു പ്രഡിക്ഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളും ഇൻഫറൻസും ചെയ്യുന്നത്. നോട്ട് അത് ഒരിക്കലും ഒരു കോസൽ റിലേഷൻഷിപ്പ് അല്ല അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയറായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പരസ്പരം കോറിലേറ്റഡ് ആണ് ബട്ട് കോസൽ റിലേഷൻഷിപ്പ് ഇല്ലാത്ത വേരിയബിൾസ്. സോ അതിൻ്റെ ഒരു വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഉദാഹരണമാണ് ചോക്ലേറ്റ് കൺസംഷൻ ആൻഡ് നമ്പർ ഓഫ് നൊബേൽ പ്രൈസസ്. അപ്പോൾ ഓരോ രാജ്യത്തെയും ചോക്ലേറ്റ് കൺസംഷൻ നമുക്കറിയാം, ഒരുപാട് ലൈക്ക് അറൗണ്ട് 200 കൺട്രീസ് ഉണ്ട്. ഓരോ രാജ്യത്തെയും ചോക്ലേറ്റ് കൺസംഷൻ നമ്മളൊരു നമ്പർ വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ എത്ര നൊബേൽ പ്രൈസ് കിട്ടിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇതുപോലൊരു സ്കാറ്റർ പ്ലോട്ട് കിട്ടും. അവിടെയും നമുക്ക് ഇതുപോലൊരു പോസിറ്റീവ് കോറിലേഷൻ കാണാൻ സാധിക്കും. സോ നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല നമ്മൾ കൂടുതലായിട്ട് ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് നൊബേൽ പ്രൈസസ് ഒരു രാജ്യത്തിന് കിട്ടും. അതായത് ഒരു രാജ്യത്തുള്ള ആളുകളെല്ലാം നാളെ തൊട്ട് കൂടുതലായിട്ട് ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നൊബേൽ പ്രൈസ് കിട്ടുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ബട്ട് ഇവിടെ ഒരു കോറിലേഷൻ അത് തമ്മിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് അതൊരു കോസൽ റിലേഷൻഷിപ്പ് അല്ല. സോ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ റിച്ച് ആയിട്ടുള്ള കൺട്രീസ്, അങ്ങനെയുള്ള കൺട്രീസിന് അവർക്ക് ഫൈനാൻഷ്യലി അവർ വളരെ വെൽ ഓഫ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ പണം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, സയൻറ്റിഫിക് റിസർച്ചിനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ന്യൂ ഇൻവെൻഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. നൊബേൽ പ്രൈസിൻ്റെ എണ്ണവും സ്വാഭാവികമായിട്ടും കൂടും. സോ അതുപോലുള്ള കൺട്രീസിൽ തന്നെയായിരിക്കും കൂടുതലും ലൈക്ക് ഇതുപോലുള്ള ഹൈ ക്വാളിറ്റി ഫുഡ് പ്രൊഡക്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഈ തേർഡ് വേരിയബിളാണ് ഈ രണ്ട് കാര്യങ്ങളെയും അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ രണ്ട് വേരിയബിൾസ് മാത്രം എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കോറിലേറ്റഡ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും. അത് കോസൽ റിലേഷൻഷിപ്പാണ് എന്നുള്ള രീതിയിൽ നമ്മൾ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാനുള്ള സാധ്യതയും ഇവിടെ കൂടുതലാണ്. സോ ആക്ച്വലി അപ്പോൾ കോറിലേഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമുക്കതിനെ ഒരു മെട്രിക് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ എങ്ങനെയാണ് നമ്മൾ ആക്ച്വലി രണ്ട് വേരിയബിൾസ് വൺ ഈസ് കോസിങ് ദ അതർ എന്നുള്ള രീതിയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ആ ഒരു കാര്യമാണ് സത്യത്തിൽ മെയിനായിട്ടും നമുക്ക് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് പാർട്ടിൽ ആ ഒരു കോസൽ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് മെയിനായിട്ടും വരുന്നത്. സോ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സെഷൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതുപോലെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പാർട്ടും ഉണ്ട്. സോ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മളിതുവരെ പറഞ്ഞ ഡിഫറെൻറ്റ് കൺസെപ്റ്റുകളിൽ ഒന്ന് മാത്രമാണ് കോറിലേഷൻ. സോ കോസൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വൺ ഈസ് കോസിങ് ദ അതർ ആണോ ഇല്ലയോ എന്നുള്ളത് പ്രോപ്പർലി ഒരു സയൻറ്റിഫിക്കലി പ്രോപ്പറായിട്ടുള്ളൊരു മെത്തേഡിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അങ്ങനെയുള്ള കൺസെപ്റ്റുകളും കാര്യങ്ങളുമാണ് നമുക്ക് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഡൊമൈനിൽ മെയിനായിട്ടും വരുന്നത്. അത് ആ ഒരു ടോപ്പിക്കിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഈ ഒരു കൺസെപ്റ്റ് കോറിലേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഡേറ്റയൊക്കെ ന്യൂമറിക് ഡേറ്റ എടുത്ത് രണ്ട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി ചെക്ക്. ഇതുപോലൊരു സ്കാറ്റർ പ്ലോട്ട് എക്സെല്ലോ അങ്ങനെ എന്തെങ്കിലും പൈത്തണിലോ പ്ലോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വിഷ്വലി ഇൻസ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അത് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ വേണമെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ്ലി പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് വെച്ചിട്ട് നമുക്കത് കമ്പ്യൂട്ട് ചെയ്യാൻ സാധിക്കും. സോ
പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിന് ഉള്ള ചില പോരായ്മകൾ പരിഹരിച്ചുകൊണ്ടാണ് ആക്ച്വലി സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് വരുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ -1നും +1നും ഇടയിലായിരിക്കും. +1 അടുത്ത് വരുമ്പം ഹൈ പോസിറ്റീവ് കോറിലേഷൻ, ആൻഡ് -1 അടുത്ത് വരുമ്പം ഹൈ നെഗറ്റീവ് കോറിലേഷൻ, അറൗണ്ട് 0 വരുമ്പോൾ നോ കോറിലേഷൻ അല്ലെങ്കിൽ വീക്ക് പോസിറ്റീവ് ഓർ നെഗറ്റീവ് കോറിലേഷൻ എന്നുള്ള രീതിയിൽ നമുക്കതും പറയാൻ സാധിക്കും. അതിൻ്റെ ഇക്വേഷൻ ഡിഫറൻ്റ് ആണ്, ബട്ട് മോസ്റ്റ്ലി നമ്മൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻ്റാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ റിഗാർഡിങ് കോറിലേഷൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും മനസ്സിലാക്കേണ്ടത്.